ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ ഓഫ് സാരീസും ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ കുറെ ഇതുപോലത്തെ ഹാൻഡ് പിക്ക് സാരീസ് കണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ്. ഇനിയും ഇതുപോലത്തെ സാരീസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ സാരീസ് നമുക്കൊന്ന് കാണാം. നമ്മൾ നേരത്തെ സ്റ്റോക്കിലൊക്കെ, അതായത് നമ്മുടെ ഈസ്റ്റർ കളക്ഷനിൽ നമ്മൾ 1-2 കളേഴ്സ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. സിൽക്കി കോട്ടൺ മെറ്റീരിയൽ സാരിയുടെ വേറൊരു പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതൊരു ബേബി പിങ്ക് സിൽക്കി കോട്ടൺ പാറ്റേൺ. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ സാരീസ് ഒക്കെ സെല് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ സൂപ്പർ നെറ്റ് എന്ന് പറയുന്ന സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് ഇതിന്റെ ബോർഡറിൽ കൂടെ ഇതുപോലത്തെ ഒരു ചെറിയ എംബ്രോയിഡറി ലൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫുൾ ബോഡിയിലും ഇതുപോലത്തെ മോട്ടീവ്സും വന്നിട്ടുള്ള പോലത്തെ ഒരു ഡിസൈൻ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സാരിക്ക് ഫുൾ 2 സൈഡും ബോർഡർ ഇല്ലായിരുന്നു. ഈ ഒരു സാരിക്ക് വരുമ്പോൾ ഇതിന് 2 സൈഡിൽ കൂടെ ഇതുപോലത്തെ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ബോഡിയിലും ഇതുപോലത്തെ വർക്കും വരുന്നുണ്ട്. മറ്റേ നമ്മൾ കാണിച്ച പാറ്റേണിനകത്ത് ഒരു സിംഗിൾ സൈഡിൽ കൂടെ ഇച്ചിരി വർക്കുള്ള പോലത്തെ ഒരു ബോർഡർ വരുന്ന പോലത്തെ ഒരു സാരി ആയിരുന്നു ഇത്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അതുപോലെ ഇതിന്റെ മുന്താണി പോർഷനിൽ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കുവാണ്. ഇങ്ങനെ ഇതിന്റെ മുന്താണി പോർഷൻ വരുന്നത്. ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ വർക്ക് വരുന്ന പോലെ ഈ സാരി വരുന്നത്. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡുള്ള സാരിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അതുപോലെ സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഉടുക്കാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സ്റ്റാർച്ച് ഒന്നും ചെയ്യാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരി പാറ്റേൺ ആണ്. ഇതിന്റെ കുറച്ച് സാരിയുടെ കുറച്ചൊരു ഹാഫ് പോർഷനിലോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സാരിയുടെ അടിവശത്തൂടെ മാത്രമാണ് ഈ ഒരു വർക്ക്, അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന പോർഷനിലൂടെ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു സാരി ഇങ്ങനെ നിറച്ച് വർക്കുള്ള പോലത്തെ ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1390 ആണ്. 1390 രൂപയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഈ സാരിയുടെ കുറച്ച് കളർ ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച പിങ്കും ലെമണല്ലോ ഷെയ്ഡും ഒക്കെ ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്യാവോ, ആ സാരീസ് വീണ്ടും അവൈലബിൾ ആവോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സാരി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. നമുക്ക് സെയിം പാറ്റേൺ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു പാറ്റേണിലൊക്കെ പെടുന്നതാണ്. അതിനേക്കാളും കൂടുതൽ വർക്കും അതിനേക്കാളും കുറച്ചും കൂടെ വർക്കിന്റെ ആ ഒരു കംപ്ലീഷനൊക്കെ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മുന്താണി പോർഷനൊക്കെ ഇതുപോലെ പ്ലെയിൻ ആയിരുന്നു, ഇങ്ങനെ ഒരു ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ഒക്കെ വരുന്ന പോലത്തെ വർക്കുള്ള പോലത്തെ ഒരു സാരി നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലെ സൂപ്പർ നെറ്റ് സിൽക്കി കോട്ടൺ സാരിയാണ്. നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ചെറിയ ചെറിയ പൂക്കൾ ഇതുപോലെ ഫുൾ ബോഡിയിലും, അത് വൈറ്റ് കളർ, ഈ ഒരു ലൈറ്റ് ഷെയ്ഡും വൈറ്റ് കൂടെ വരുന്ന പോലെ ഒരു കോൺട്രാസ്റ്റ് ഇതുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതുപോലെയാണ് ഈ ഒരു നമ്മൾ മുമ്പേ കാണിച്ച സാരിയിൽ നിന്നും ഡിഫറൻസ് ഒന്നുമില്ല. ആ ഒരു കളറിൽ മാത്രം വ്യത്യാസം വന്നതേ ഉള്ളൂ. ഈ ഒരു പൂവിന്റെ ഡിസൈൻ പോലും സെയിം ആണ്. ഇതിന്റെ ബോർഡറിൽ കൂടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്കും, അതുപോലെ ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേണും വരുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ സാരിയിൽ വരുന്ന പോലത്തെ ഒരു സാരിയാണിത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ലെമണല്ലോ ഷെയ്ഡാണ്. ഈ ലെമണല്ലോ ഷെയ്ഡിൽ വരുമ്പോഴത്തേനും ഇതിന്റെ ഡിസൈനിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പേ കാണിച്ചൊരു ഫ്ലവർ ഡിസൈനിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ഇതിന്റെ ബോഡി പാർട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു ചെറിയൊരു ലീഫ് പാറ്റേൺ പോലത്തെ ഒരു മസ്റ്റാർഡ് യെല്ലോയും വൈറ്റും ഗ്രേയും ഒക്കെ കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ വരുന്ന പോലത്തെ ഒരു ലീഫ് പാറ്റേൺസ് ഇതിനകത്ത് ഫുൾ വന്നിരിക്കുന്നത്. ഇത് മുടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്, പക്ഷെ നമുക്ക് ഫുൾ ബോഡി എംബ്രോയിഡറി ഉള്ള പോലത്തെ നല്ല ഭംഗിയുള്ള സാരി. നമുക്ക് നല്ല രസമായിരിക്കും ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള സാരി. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്, 1390 ആണ്. ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഒരു കളർ ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പീച്ച് ഷെയ്ഡ്, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ സാരീസിലൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് ഇത്. ആ ഒരു പീച്ച് ഷെയ്ഡ് ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സാരി ആയിരുന്നു. ഇതും നമ്മൾ ആ ലെമണലോയെ കണ്ട സെയിം പാറ്റേൺ ആണ്. ഇതിനകത്തുള്ള ഡാർക്ക് പീച്ചും വൈറ്റും ഗ്രേയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബോർഡർ ഒക്കെ എല്ലാ സാരീസിലും നമ്മൾ കാണിച്ച എല്ലാ സാരിയുടെയും ബോർഡർ സെയിം തന്നെയാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഫ്ലവർ പാറ്റേണിന്റെ ഡിഫറൻസ് ഉള്ളു. അതുപോലെ ഈ ഒരു സാരിയിൽ ഇതിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. എല്ലാ സാരീസിലും ഇതിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോഴത്തേനും ഇത് കണ്ടോ, ബ്ലൗസ് വരുമ്പോൾ ഒരു ചന്തേരി മെറ്റീരിയൽ ആയിരുന്നു. അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു പാറ്റേൺ വരുന്നതുകൊണ്ട് നമ്മുടെ സാരി തീരുവാണ്. ഒരു തിക്കായിട്ടുള്ള ഒരു ത്രെഡ് വീവ് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ വരുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ്. പ്ലെയിൻ ബ്ലൗസ് ആണ്, ബോർഡർ ഒന്നുമില്ല.
പ്ലെയിൻ ബ്ലൗസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിക്ക് കുറച്ചുകൂടെ ലെങ്ത് കിട്ടും. സെയിം മെറ്റീരിയൽ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ സെയിം പാറ്റേൺ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലീറ്റ്സിന്റെ ഇങ്ങോട്ട് ഒരു ഡിസൈൻ വരാതെ വരും. ഒത്തിരി അതുകൊണ്ട് നമുക്ക് മുറിച്ച് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബ്ലൗസ് തയ്പ്പിക്കണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഇത് വെച്ച് തയ്ക്കാം. അല്ല ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇടാനോ താല്പര്യങ്ങൾ അങ്ങനെ ഇടാം. അല്ല എങ്കിൽ ഈ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് വെച്ചിട്ടാണെങ്കിലും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ, പ്രത്യേകിച്ച് ഈ ചൂടത്തൊക്കെ ആണെങ്കിലും കോട്ട സാരീസ് നല്ല മൂവിങ് ആയിട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരി മെറ്റീരിയലും ഒക്കെയാണ്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് ഉള്ള കുറച്ച് കോട്ടൺ ചെക്കോട്ട സാരീസ് കൂടെ കാണിക്കാം. പ്ലെയിൻ സാരീസ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ ചെക്കോട്ടയുടെ പ്ലെയിൻ ഷെയ്ഡ്സ്. ഇപ്പം കറന്റ്ലി നമുക്ക് ഏകദേശം എല്ലാ കളേഴ്സും ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു നേരത്തെ. അപ്പൊ നമ്മൾ വീണ്ടും ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ സ്റ്റോക്ക് ചെക്കോട്ടയുടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ്. ഒത്തിരി പേര് നമ്മളെ അന്വേഷിച്ച് ചോദിച്ച് വിളിച്ചൊരു കളറായി ലാവൻഡർ ഷെയ്ഡ്. അപ്പൊ നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന ഒരു കളറായി ലാവൻഡർ ഷെയ്ഡ്. കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് ചോദിച്ചപ്പോഴത്തേനും സ്റ്റോക്ക് ഔട്ട് ആയി പോയായിരുന്നു. വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എപ്പോഴത്തെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഓണിയൻ ഷെയ്ഡ്, ഡാർക്ക് ഓണിയൻ ഷെയ്ഡ്. ഓണിയൻ ഷെയ്ഡിന്റെ ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഈ പ്രാവശ്യമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതിന്റെ 3 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഓണിയൻ ഷെയ്ഡും ഡാർക്ക് ഓണിയൻ ഷെയ്ഡും വരുന്ന പോലെ ഒക്കെ വരുന്ന പോലെ 3 ഓണിയൻ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ ഈ ഒരു ഡാർക്ക് ഓണിയൻ ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ബ്ലൂ ഷെയ്ഡ്, നമ്മുടെ പൗഡർ ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ ബ്ലൂ ഷെയ്ഡ്, ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡിങ്. ചെക്കോട്ടയുടെ എല്ലാ ഷെയ്ഡ്സും തന്നെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ പെട്ടെന്ന് വിളിക്കുമ്പോൾ നമുക്ക് കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നുണ്ട്. നല്ല മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽ. നെക്സ്റ്റ് ഇതുപോലത്തെ ഓഫ് വൈറ്റ് കളർ. ഓഫ് വൈറ്റ് ഈ പറഞ്ഞോണ്ട് നമുക്ക് നല്ല മൂവിങ് ഉള്ള മെറ്റീരിയൽ. നെക്സ്റ്റ് നമ്മുടെ വൈറ്റ് ഷെയ്ഡ് ആണ്. വൈറ്റ് ഷെയ്ഡ് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിലും അതുപോലെ ഇതുപോലെ പ്ലെയിൻ സാരീസ് ആണെങ്കിലും ഒത്തിരി വൈറ്റ് സാരീസിന് ഓർഡേഴ്സ് നമുക്ക് നോർമലി വരാറുള്ളതാണ്. അപ്പൊ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വൈറ്റ് കളർ സ്റ്റോക്ക് ഇന്നാവും, അതായത് പുതിയ സ്റ്റോക്സ് വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് അതുപോലെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് വൈറ്റ് വരുവാണെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മളിപ്പോ കോൺടാക്ട് ഒക്കെ ചെയ്യുന്ന കാരണം നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയെന്ന് വരും. അതുകൊണ്ട് ഇതൊരു അപ്ഡേഷൻ ആയിട്ട് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒലീവ് ഗ്രീൻ ഷെയ്ഡ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെമൺ യെല്ലോ ഷെയ്ഡ്. ലെമൺ യെല്ലോ ഷെയ്ഡ് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ വരാറുള്ള ഒരു ഷെയ്ഡ് അല്ല. ഇപ്പൊ ലാസ്റ്റ് 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ ലെമൺ യെല്ലോ ഷെയ്ഡ്സ് നമുക്ക് വീണ്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞ വർക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഗ്രേ ഷെയ്ഡ്. ഇത് പറഞ്ഞ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അതുപോലെ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ്സിനേക്കാളും ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കുറച്ചുകൂടെ മൂവിങ് ആയതുകൊണ്ട് അങ്ങനത്തെ കളക്ഷനിലൊക്കെ പോകുന്നൊരു ഷെയ്ഡ് ഈ ഗ്രേ ഷെയ്ഡ്. ഇനി ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ബ്ലാക്ക്. അതുകൊണ്ട് തന്നെ ബ്ലാക്കും അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളറാണ്. പിന്നെ നമ്മുടെ അക്വാ ബ്ലൂ ഷെയ്ഡ്. ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ്. അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗി നല്ലതായിട്ട് മൂവ് ചെയ്യുന്നില്ല. അതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടാണ് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ ഒരു ഷെയ്ഡ് ചോദിക്കുന്നുണ്ട്. ഇതിലൊരു പിങ്ക് കളറൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് തരാവുന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നത്. അതുപോലത്തെ ആ ഒരു ഒത്തിരി ഓർഡേഴ്സ് ഒക്കെ വരുന്നൊരു കളറാണിത്. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്ക് ഷെയ്ഡും അത്യാവശ്യം നല്ലൊരു കളറാണ്. പിങ്കിന്റെ ഈ പറഞ്ഞ വേറൊരു ഡാർക്ക് പിങ്ക് ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു ലൈറ്റ് പിങ്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് പീച്ച് കളറാണ്. ഇതിന്റെ ഡാർക്ക് പീച്ച് നമ്മുടെ നേരത്തെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ഒരു പീച്ച് മാത്രമേ അവൈലബിൾ, ഈ ഒരു പീച്ച് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ട്. അപ്പൊ ഇത്രയും കാണിച്ച കളേഴ്സ് എല്ലാം നമ്മുടെ ചെക്കോട്ട റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ്സ് വല്ലതും ചെക്കോട്ട ആണെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ആ വിളിക്കുന്ന സമയത്ത് ഏതൊക്കെ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.